Glam with Kirti. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബഡ്ഡിംഗ് യൂട്യൂബേഴ്സിനായിട്ടാണ്. എന്നോട് ഒത്തിരി പേരെ റിക്വസ്റ്റ് ചെയ്യുന്നു, ചേച്ചി ബഡ്ഡിംഗ് യൂട്യൂബേഴ്സിനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന്. ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടായിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. ആൻഡ് ബൈ ദ വേ എനിക്കറിയാം എൻ്റെ മേക്കപ്പ് ഇസ് സോ എക്സ്ട്രാ ടുഡേ. കാരണം ഈ മേക്കപ്പ് ഞാൻ IGTVക്ക് വേണ്ടി ചെയ്തതാണ്, Instagram TV. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യാം. ഇതിൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പുതിയ ഫീച്ചർ വന്ന കാര്യം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു യൂട്യൂബ് കൈൻഡ് ഓഫ് എ ഫീച്ചർ വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ, വേർ യു ക്യാൻ പുട്ട് വീഡിയോസ് ആസ് വെൽ. അതായത് നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് പോലെ ഒരു 10 മിനിറ്റ് ലോങ് വരെയുള്ള വീഡിയോസ് വെരിഫൈഡ് അല്ലാത്തവർക്ക് ഇടാൻ പറ്റും. വെരിഫൈഡ് ആയിട്ടുള്ളവർക്ക് എനിക്കൊണ്ട് 1 hour വരെ ഇടാൻ പറ്റുന്നു. പിന്നെ 2 വീഡിയോസ് ഇട്ടു Instagram TVയിൽ ആൻഡ് ഐ എം സോ എൻജോയിങ് ദാറ്റ്. നല്ല രസമുണ്ട് അതിൽ ട്യൂട്ടോറിയൽസ് ഇടാനായിട്ട്. പക്ഷെ വേർട്ടിക്കലാണ്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം. ആൻഡ് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഐ എം സോ ഹാപ്പി. എനിവേസ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാം. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മെമ്പർ ആവാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പം തന്നെ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ വിതൗട്ട് ഫർദർ ado, let's get straight into the video. Let's go. സോ എൻ്റെ യൂട്യൂബ് ജേർണീനെ പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങൾ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ Q&Aസിലും ലൈവിലും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഒരു 5-6 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ബഡ്ഡിംഗ് യൂട്യൂബേഴ്സിനോട്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നിങ്ങളുടെ കഴിവും കോൺഫിഡൻസും എല്ലാം അനുസരിച്ചിരിക്കും ബാക്കിയല്ല. അപ്പം ഞാൻ എൻ്റെ വക കുറച്ച് ടിപ്സ് പറയാം. ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല എങ്ങനെ പോകണു എന്നുള്ളതും, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും നോക്കരുത്. ജസ്റ്റ് സ്റ്റാർട്ട്. ഡു നോട്ട് സ്റ്റാർട്ട് ടുമോറോ. നാളെയല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ? ആൻഡ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് എന്താ പറയുക ടൈമോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻസ്ട്രുമെൻസോ പെർഫെക്റ്റ് സംഭവങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇഫ് യു ഹാവൻ സ്റ്റാർട്ടഡ് യുവർ ചാനൽ യെറ്റ്. ഇനി ഓൾറെഡി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളോടായാലും അത് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ആ പെർഫെക്റ്റ് ക്യാമറ, പെർഫെക്റ്റ് ലൈറ്റിംഗ്, പെർഫെക്റ്റ് സെറ്റിംഗ്, അതിന് വേണ്ടി അല്ലെങ്കിൽ പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇതിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാതെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ? ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ലെവൽ എത്തും. അപ്പം നിങ്ങൾക്ക് അഫോർഡ് എന്നല്ല, ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും എങ്ങനത്തെ സെറ്റിംഗ് ആണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ചാനലിന്. ഓക്കെ? ഇപ്പം എന്ത് ടൈപ്പ് ചാനലാണെങ്കിലും, ഇപ്പം മേക്കപ്പ് ചാനൽ പോലെ ആയിരിക്കില്ല കുക്കിംഗ് ചാനലിൻ്റെ സെറ്റിങ്സ് വേണ്ടത്. അതുപോലെ ഓരോ ചാനൽസിനും അല്ലെങ്കിൽ വ്ളോഗ്സിന് വേണ്ടത്. അപ്പോൾ ഓരോ ചാനൽസിനും ഓരോ ടൈപ്പാണ് സെറ്റിങ്സ് വേണ്ടത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ കയ്യിൽ എന്താ, മൊബൈലോ ആണോ അല്ലെങ്കിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ത്രൂ യുവർ ജേർണി ആണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത് ഇസ് അബൌട്ട് ടാറ്റി വെസ്റ്റ്ബ്രൂക്ക്. ഷീ ഈസ് എൻ അമേസിങ് യൂട്യൂബർ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഗ്ലാം ലൈഫ് ഗുരു എന്നാണ് ചാനലിൻ്റെ, ടാറ്റി ഗ്ലാം ലൈഫ് ഗുരു അതാണ് ചാനൽ. ഒരു ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ടാറ്റി ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 28ാമത്തെ വയസ്സിലാണ്. 28ാമത്തെ വയസ്സിലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ? ഞാൻ അങ്ങനെയാണ് കേട്ട പോലെ തോന്നിയത് ടാറ്റീൻ്റെ വീഡിയോസിൽ. 28ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അത്രേ ടാറ്റീനോട്, ഇത്രയും ഏജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ കാര്യം, യു ആർ ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക യങ് ഇതൊക്കെ പോയില്ലേ, ഇനിയിപ്പോൾ എന്താ കാര്യം, അങ്ങനെയൊക്കെ. ഇങ്ങനെയല്ല, ഇംഗ്ലീഷുകാരാണ് പറഞ്ഞത്. ഓക്കെ? അപ്പോൾ ടാറ്റി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഷീ ജസ്റ്റ് കണ്ടിന്യൂ ഡൂയിങ് വാട്ട് ഷി വാസ് ഡൂയിങ്. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 34 years ആയി ടാറ്റയ്ക്ക്. ടാറ്റി എല്ലാം റിവ്യൂസാണ് ചെയ്തുകൊണ്ടിരുന്നത്, ലൈക്ക് പ്രോഡക്റ്റ് റിവ്യൂസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് 32 or 34 അങ്ങനെ എത്രയോ ആയി ഏജ്. But still she is doing really well and she has started her own brand and വലിയൊരു ലെവലിലെത്തി. റിവ്യൂസ് മാത്രമാണ് കൂടുതലും ചെയ്യേണ്ടത്. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അങ്ങനെ ഇപ്പം നിക്കി ട്യൂട്ടോറിയൽസിൻ്റെ പോലെ അങ്ങനെ ട്യൂട്ടോറിയൽസ് അല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ് കൂടുതലും ചെയ്യേണ്ടത്. ആൻഡ് ഷി ഹാസ് ഗോട്ട് ലൈക്ക് 5 million ഫോളോവേഴ്സ് ആയി. അങ്ങനെ വലിയൊരു ലെവലിലെത്തി ചാനൽ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര ഏജ് ആണെങ്കിലും എത്ര എന്താ പറയുക എന്ത് അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടെങ്കിലും, if you want to start a channel, just start it. ഒന്നും ആരെയും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ജസ്റ്റ്
നിങ്ങൾക്ക് ശരിക്കും അതിൽ പാഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് യൂട്യൂബ് എന്നുള്ളൊരു സംഭവത്തിൽ അഡ്മിറേഷൻ തോന്നിയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലൈക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂട്യൂബേഴ്സിനെ കണ്ട് നമുക്ക് ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ടല്ല ചെയ്യേണ്ടത്. ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് സംതിങ്, ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ശരിക്കും പാഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ശരിക്കും കാണാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ ശരിക്കും ഇത് കാണാൻ പറ്റും. നിങ്ങൾ ശരിക്കും പാഷനേറ്റ് ആയിട്ടാണോ ചെയ്യണത്, ജസ്റ്റ് യൂട്യൂബർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഫേമസ് ആവാനോ കാശുണ്ടാക്കാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും എന്തിനോടെങ്കിലും പാഷൻ ഉണ്ടോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഇതിനു വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഉള്ള മൊബൈൽ വെച്ച് നിങ്ങളുടെ റൂമിൽ അത്യാവശ്യം ഒരു തട്ടിക്കൂട്ട്, അത്യാവശ്യം കാണാനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇസ് അബൌട്ട് പോസിറ്റിവിറ്റി. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക, ഇൻബോൺ ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. എല്ലാ മനുഷ്യന്മാരിലും പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് അല്ലേ. നമുക്ക് എപ്പോഴും ഹാപ്പിയായി അടിപൊളി എന്നിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് വരുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ടാവും. പക്ഷെ ആസ് എ യൂട്യൂബർ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് കാണിക്കാതിരിക്കുക. ഞാൻ എൻ്റെ ചാനൽ ഒരേ ഒരു പ്രാവശ്യം നെഗറ്റീവ് സൈഡ് കാണിച്ചിട്ടുള്ളൂ. അതെനിക്ക് അത്രയ്ക്കും ഹേർട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. പക്ഷെ സ്റ്റിൽ ഞാനത് കുറേ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാത്ത ആളാണ്. എങ്കിൽ പോലും അത് പിന്നീട് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ വീഡിയോ. ആൻഡ് ഓൾസോ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും നമ്മുടെ ചാനലിന്. പക്ഷെ സ്റ്റിൽ ഒരു അഡ്വൈസ് ആയിട്ട് പറയുകയാണ്, നമ്മുടെ നെഗറ്റീവ് സൈഡ്സ് അധികം കാണിക്കാതിരിക്കുക ഓൺ സ്ക്രീൻ. ഓക്കെ, നെഗറ്റീവ് സൈഡ് ഇൻ സെൻസ് എന്താണെങ്കിലും ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വിഷമമുള്ള കാര്യങ്ങൾ ഇഫ് യു ആർ സോ ജെന്യുവിൻ ആൻഡ് യു റിയലി വോണ്ട് ടു ഷെയർ ദാറ്റ് വിത്ത് യുവർ ഓഡിയൻസ്, ഗോ ഫോർ ഇറ്റ്. കാരണം അങ്ങനത്തെ യൂട്യൂബേഴ്സും ഉണ്ട്. ലൈക്ക് കാത്ലീൻ ലൈറ്റ്സ് പോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പം അത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. പക്ഷേ ആസ് എ യൂട്യൂബർ എനിക്ക് കൂടുതൽ ഇവിടെ ഓൾറെഡി നമുക്ക് വേണ്ടത്ര നെഗറ്റിവിറ്റി ഉണ്ട് വേൾഡിൽ, വേണ്ടാത്തത്ര നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ വകയും കൂടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതെ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഡ്വൈസ് തന്നത്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എല്ലാ തരത്തിലും ഓൺ സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ടോട്ടലി ഗോ ഫോർ ദാറ്റ്. നിങ്ങളുടെ ഓഡിയൻസ് ഇത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആസ് എ യൂട്യൂബർ ഞാൻ പ്രിഫർ ചെയ്യണത് കുറച്ചും കൂടെ എപ്പോഴും പോസിറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യാനായിട്ടാണ്. പിന്നെ തേർഡ് കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റാണ് ബഡ്ഡിങ് യൂട്യൂബേഴ്സിന്. കുറേ പേര് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ ചെയ്തിട്ടേ ഇല്ല അങ്ങനൊരു സംഭവം. സപ്പോർട്ട് മീ മെസ്സേജസ് അല്ലെങ്കിൽ കമൻസ് ഇടുന്നത് വേറെ ചാനൽസിൽ ലൈക്ക് ഡയറക്റ്റായിട്ട് ഇടാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, എൻ്റെ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ചില ചാനൽസ്ക്ക് എത്ര കമൻസ് അങ്ങനെ ഇടാമെന്നറിയോ. ജസ്റ്റ് ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈസ് ഗിവിങ് കൺസ്ട്രക്റ്റീവ് കമൻസ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റജി. അതായത് അത് കുറേ നല്ല യൂട്യൂബേഴ്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബാക്കി ചാനൽസിലെ ഓഡിയൻസിനെ അറിയിക്കാനായിട്ട് എന്നുള്ളൊരു നല്ല സ്ട്രാറ്റജിയാണത്. അത് നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. കാരണം ലെറ്റ്സ് ബി റിയൽ, ദിസ് ഇസ് എ ബിസിനസ് പ്ലാറ്റ്ഫോം അല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പ്ലാറ്റ്ഫോം കൂടെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് യൂട്യൂബേഴ്സ്. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ്സെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചാനലോ ഒക്കെ വലുതാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഒരിക്കലും എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് മതി, അതിലും കൂടുതൽ കൂടണം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബറും വരില്ല അല്ലേ. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് കൊടുക്കുക വേറെ ചാനലിൽ. അതായത് നിങ്ങൾ വേറെ ചാനൽ കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് അത് ജെന്യുവൻ ആയിരിക്കണം കേട്ടോ. ചുമ്മാ വായ തന്നെ എല്ലാ ഇതിലും പോയിട്ട് നിങ്ങളുടെ അത് നല്ലതാണ് എനിക്കൊരു ചാനലുണ്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് ഏതെങ്കിലും ചാനൽ കണ്ട് അതിൽ തന്നെ എന്തെങ്കിലും കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൽ പോയി നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമായത് അത് കമൻറ്റ് ചെയ്യുക. അപ്പം ഫുൾ വീഡിയോ കണ്ടിട്ട് വേണം അത് ചെയ്യാൻ, അല്ലാതെ ചുമ്മാ വായത് എന്ന് കമൻറ്റ് ചെയ്ത് ജസ്റ്റ് അറ്റൻഷൻ സീക്കിങ്ങിന് മാത്രം ആവരുത്. അപ്പോൾ ജെന്യുവൻ ആയിട്ട് ചെയ്യാം എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അങ്ങനൊരു സംഭവമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. വേറെ ചാനൽസിൽ പോയിട്ട് കൺസ്ട്രക്റ്റീവ് കമൻറ്റ്സ് കൊടുക്കുക. അപ്പം അതുവഴി അതിലത്തെ ഓഡിയൻസ് ആരെങ്കിലും നിങ്ങളെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും
ഇങ്ങനൊരു ചാനലുണ്ട്, സപ്പോർട്ട് ചെയ്യോ, പ്ലീസ് സപ്പോർട്ട് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് കമൻസ് ഇടരുത്. അത് റെപ്യൂട്ടേഷനെ ബാധിക്കും. ഓക്കെ, നിങ്ങളുടെ ചാനലിൻ്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. ആൾക്കാർക്ക് ഒരു വിലയില്ലാതെ ആവണ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണത് നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ആൻഡ് നിങ്ങളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ബി ജെനുവിൻ. ജെനുവിന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചാനൽ തന്നെ ചെയ്യുകയാണെങ്കിലും അതിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം നമുക്ക് കുറേ എന്താ പറയുക, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം അത്രയധികം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് PR കിട്ടാനും അതുപോലെ തന്നെ എന്താ പറയുക, റിവ്യൂവിന് പ്രോഡക്റ്റ്സ് അയച്ചു തരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പം ബഡിങ് യൂട്യൂബേഴ്സിനായാലും അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ജെനുവിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല. കുറേ പേരൊക്കെ ഫേക്ക് ചെയ്യും ക്യാമറയുടെ മുന്നിൽ. സോ നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ക്യാരക്ടർ അത് തന്നെ കാണിക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം പുറത്തേക്ക് വന്ന് തുടങ്ങും. അപ്പം തുടക്കത്തിലേ അത് കാണിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പുറത്തേക്ക് വരേണ്ട പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ത്രൂ ഔട്ട് ജെനുവിൻ ആണ്. അത് നിങ്ങൾ എന്ത് ക്യാരക്ടർ ആണെങ്കിലും, അതായത് നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം എങ്ങനെ തന്നെ ആണെങ്കിലും നിങ്ങൾ തുടക്കം തൊട്ടേ അതാണ് കാണിക്കുന്നതെങ്കിൽ ആ സ്വഭാവം ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വ്യൂ ചെയ്യുക ഒക്കെ. അതേസമയം നിങ്ങൾ വേറെ ആരുടെയോ പോലെ ആക്ട് ചെയ്ത് ഫേക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ സ്വഭാവം പുറത്ത് വരുമ്പോൾ നിങ്ങളെ ആ ഒരു ഫേക്ക് സ്വഭാവം കണ്ട് ഇഷ്ടപ്പെട്ടവരായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക വ്യൂവേഴ്സായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പോൾ അവർക്ക് ശരിക്കും റിയലൈസ് ചെയ്ത് തുടങ്ങും ദാറ്റ് ഇതായിരുന്നില്ല ഒറിജിനൽ, നിങ്ങൾ ഫേക്ക് ചെയ്യായിരുന്നു എന്ന്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ചാനലിനെ. സോ തുടക്കം തൊട്ടേ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ അങ്ങനെ തന്നെ ത്രൂ ഔട്ട് ആവാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് പറയേണ്ടത് റിഗാർഡിങ് ദ യൂട്യൂബ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ ട്രോൾസിൻ്റെ ഉണ്ട്, ടെക്നോളജിക്കൽ കൈൻഡ് ഓഫ് ഉണ്ട്, ഇൻസ്പിറേഷണൽ ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ട്. എങ്ങനെ തരത്തിലുള്ള കുറേ കമ്മ്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം ഇനിയും ഉണ്ടാവും, ഇനിയും പുതിയ കമ്മ്യൂണിറ്റീസ് വരാനിരിക്കുന്നുണ്ട്. അപ്പം ഒരു 2010 എങ്ങനെയായിരുന്നു ഹോൾ വേൾഡിൽ യൂട്യൂബ് സ്പ്രെഡ് ചെയ്യുന്നതായിരുന്നു, ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ മലയാളത്തിൽ. അപ്പം ഇനി ഇവിടെ വലുതാവാൻ ഇരിക്കുന്നുള്ളൂ ഈ ഇൻഡസ്ട്രി. കാരണം കൂടുതൽ പേര് മൊബൈൽസും കൂടുതൽ പേര് നെറ്റ്വർക്ക് കണക്ഷൻസൊക്കെ എടുത്ത് വരുന്നുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി വലിയൊരു ഫീൽഡ് ആവാൻ പോകുന്ന ഒരു ഫീൽഡാണ് യൂട്യൂബ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ടു ബി എ യൂട്യൂബർ ഇഫ് യു റിയലി വാണ്ട് ടു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ആരും തമ്മിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇഫ് യു ആർ എ ബഡിങ് യൂട്യൂബർ, ജസ്റ്റ് ഈ ഒരു സംഭവം മനസ്സിൽ കുറിച്ച് വയ്ക്കുക. നിങ്ങൾ ആരുമായിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്പേസ് ഉണ്ട് യൂട്യൂബിൽ. എല്ലാവർക്കും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള സ്പേസ്. നിങ്ങളെ വ്യൂ ചെയ്യണവർ നിങ്ങളെ വ്യൂ ചെയ്യും, നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ വേറെ ആൾക്കാരെ അടിച്ചുകടത്താനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് മത്സരിക്കാനോ അതാലോചിച്ച് ടെൻഷൻ അടിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് വരാതിരിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ കാണാതിരിക്കാം, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ചാനലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജെനുവിൻലി എന്താണോ എന്ത് കണ്ടന്റാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, വേറെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് വരാതെ. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ലൈക്ക് നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനിഷ്ടം അത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് യൂട്യൂബിൽ. ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റ്ഫോം. നിങ്ങൾ വിചാരിക്കണേക്കാളും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. സോ ഡോണ്ട് കമ്പീറ്റ് വിത്ത് എനി വൺ. ആരെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, ആരെയുമായിട്ട് കമ്പീറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചാനൽ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സോ അതാണ് ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് റിഗാർഡിങ് ദ ഹാർഡ് വർക്ക് ദാറ്റ് യു ഹാവ് ടു പുട്ട്. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു വീഡിയോ എടുത്തിടാൻ ഇപ്പോൾ എന്താ എത്ര പാടുന്നു. പക്ഷെ നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് വീഡിയോക്ക് കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഒരു ഐഡിയ കിട്ടണം, നമുക്ക് ആ ഐഡിയനെ ഡെവലപ്പ് ചെയ്തൊരു വീഡിയോ ഒക്കെ എത്തിക്കണം ലൈക്ക് മനസ്സിൽ. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ സംഭവങ്ങളുണ്ട്, കാർഡ്സ്, അതുപോലെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടി കുറേ റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പം ഒത്തിരി ഹാർഡ് വർക്ക് പോകുന്നുണ്ട് ഓരോ വീഡിയോയുടെയും പിന്നിൽ. അല്ലാതെ ചുമ്മാ എന്താ മൊബൈലൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്ന പോലെ അല്ല നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുമ്പോൾ. അപ്പം അല്ല മൊബൈലാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ, എഡിറ്റിങ്ങും എല്ലാം ചെയ്യണം. അപ്പം എങ്ങനെയാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് റിഗാർഡിങ് ദ കൺസിസ്റ്റൻസി, എനിക്കറിയാം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ലാന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പേസ് ഉണ്ട്. എനിക്ക്
എവറി സിംഗിൾ ഡേ ഇന്ന സമയത്ത് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരാളല്ല ഞാൻ കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ കാരണങ്ങളുള്ളത് കൊണ്ടും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റില്ല വീഡിയോസ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു പെർട്ടിക്കുലർ ടൈമിങ് എനിക്ക് പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക, അത് നല്ല കാര്യം തന്നെയാണ്, അല്ലാന്നല്ല. അപ്പോൾ നിങ്ങളുടെ പേസിൽ ഇടുക. ഓക്കെ, എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ചാനലേ ഇതാവുള്ളൂ, സക്സസ് ആവുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള പല ചാനൽസും അവർ ചിലപ്പോൾ മാസത്തിൽ ഒരു 3 വീഡിയോ ഒക്കെ ഇടുന്നുണ്ടാവുള്ളൂ ചില ചാനൽസൊക്കെ. അപ്പം കൺസിസ്റ്റൻസിയിലൊന്നുമല്ല കാര്യം, കണ്ടന്റിലാണ് കാര്യം. നല്ല വീഡിയോസ് ക്ലിക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനലും ക്ലിക്കാവും. അപ്പം കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരാഴ്ച ഇന്ന ദിവസം ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന സമയങ്ങളിലായിട്ടാണ് ഇടുക എന്ന് മുൻകൂട്ടി പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ വളരെ നല്ല വീഡിയോസ് ആദ്യം തന്നെ ഇടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഞാനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം 2-3 വീഡിയോസ് കോമൺ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടു, അതിനുശേഷമാണ് അത്യാവശ്യം നല്ല വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വീഡിയോസ് കണ്ടിട്ട് വരുമ്പോൾ നമ്മുടെ ചാനൽ അവർ ചെക്കൗട്ട് ചെയ്യുമ്പോൾ വേറെ വീഡിയോസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇമ്പ്രഷൻ വരില്ല. അപ്പം ഓൾറെഡി 2-3 വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം നല്ല വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ അത് കണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഇമ്പ്രഷൻ കിട്ടുന്നുണ്ട് ചാനൽ കാണുമ്പോൾ. അപ്പം ആദ്യം ഒരു സാധാരണ നമ്മുടെ ഒരു ചാനലിൽ ഒരു ഇമ്പ്രഷൻ വരുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് കുറച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം നല്ല ഇമ്പ്രസീവ് വീഡിയോസ് ഇട്ട് തുടങ്ങാൻ. എന്നാലാണ് ആൾക്കാർ വന്ന് കാണുമ്പോൾ അത്യാവശ്യം വീഡിയോസ് ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന്. ആൻഡ് റിഗാർഡിങ് പൈസ ആൻഡ് കാര്യങ്ങൾ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് ഞാൻ ഇഷ്ടംപോലെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യമില്ല, 1 വർഷമെങ്കിലും മിനിമം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ആൻഡ് അത് മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര എമൗണ്ട് കിട്ടുമൊന്നുമില്ല, ചിലതിൽ കൂടിയിരിക്കും ചിലതിൽ കുറഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ ബേസ് ആയി ബിസിനസ് വന്ന് തുടങ്ങണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ എന്നുള്ളൊരു ഒറ്റ മോട്ടീവിൽ തുടങ്ങാതിരിക്കുക. ഇപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ സ്ട്രാറ്റജീസ് നോക്കുക. അതായത് ഇപ്പം DIYs അല്ലെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള കുക്കിംഗ് വീഡിയോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാക്കാം, നല്ല റീച്ചും കിട്ടും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ ഇപ്പം എൻ്റെ ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തക്കവണ്ണം വീഡിയോസ് അല്ല ചെയ്യാറ്, നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാർട്ട് ടൈം ആയിട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും ഒരു ഹൈ ലെവലിലെത്താൻ. അപ്പം പേഷ്യൻസ് എപ്പോഴും കയ്യിൽ വേണം, തളരരുത് ഒരിക്കലും. പേഷ്യൻസ് കൈവിടിയാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ, സക്സസ്ഫുൾ യൂട്യൂബർ ആവാൻ പറ്റും. പിന്നെ ക്യാമറയുടെ കാര്യം എനിക്കൊന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ക്യാമറ വാങ്ങിച്ചിട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ചാനൽ. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊബൈൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം കുറച്ചൊരു സബ്സ്ക്രൈബർ ബേസ് ആയതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ക്യാമറ, അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ വരുത്താണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ബീങ് ഹിയർ. ആൻഡ് ഈ വീഡിയോ കണ്ട് ഇതിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി. കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ വക എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ എന്ന് ബഡ്ഡിങ് യൂട്യൂബേഴ്സിനോട്. ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. So, അടുത്ത വീഡിയോയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. Stay happy, stay blessed, and I love you all so much. So, see you soon in my next video. Till then, take care. Goodbye.